പ്രിയ സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും. പ്രബോധനം വാരികയെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഏറെ പതിറ്റാണ്ട് കാലമായി കേരളത്തിൽ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക വാരികയാണ് പ്രബോധനം. കേരളപ്പിറവിക്ക് മുമ്പേ മലയാളി ജീവിതത്തിൻ്റെ ഭാഗമാണ് പ്രബോധനം എന്ന് നമുക്കറിയാം. മലയാളി നല്ല മലയാളത്തിൽ ഇസ്ലാം വായന ആരംഭിച്ച ആദ്യ പ്രസിദ്ധീകരണങ്ങളിലൊന്ന് എന്ന് പ്രബോധനത്തെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയും. പ്രബോധനം ഇസ്ലാം എന്ന് പറയുന്ന ഇസ്ലാമിക ആശയത്തെക്കുറിച്ചുള്ള മതം, ആചാരം, അനുഷ്ഠാനം എന്ന ചെറിയ ചട്ടക്കൂടിനപ്പുറത്ത് ഇസ്ലാമിന് ഒരു ജീവിത ദർശനം എന്ന അർത്ഥത്തിൽ മലയാളിക്ക് മുമ്പിൽ അവതരിപ്പിച്ച പ്രസിദ്ധീകരണം കൂടിയാണ് പ്രബോധനം. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ സാമൂഹ്യ സംഭവവികാസങ്ങളെ ഇസ്ലാമിക അടിത്തറയിൽ പ്രബോധനം വിലയിരുത്തി. ആഗോള ഇസ്ലാമിക ചലനങ്ങളെ, ആഗോളതലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിലുള്ള വികാസങ്ങളെ മലയാളക്കരയിലേക്ക് പ്രബോധനം പകർത്തി നൽകി. മാത്രമല്ല, ആശയ സംവാദങ്ങളുടെ ഇടമായി പ്രബോധനത്തിൻ്റെ പേജുകൾ മാറി. ഇസ്ലാമേതര ദർശനങ്ങളുമായും മുസ്ലിം സമുദായത്തിനകത്തുള്ള വ്യത്യസ്ത ആശയധാരകളുമായുള്ള ആരോഗ്യകരമായ സംവാദത്തിൻ്റെ വേദിയായി പലപ്പോഴും പ്രബോധനം ഉയർന്നു നിന്നു. അവിടങ്ങളിലും ആശയ സംവാദത്തിൻ്റെ മാന്യമായ ഭാഷയും ശൈലിയും സംസ്കാരവും പ്രബോധനം വികസിപ്പിച്ചെടുത്തു. പ്രബോധനത്തിൻ്റെ ഉള്ളടക്കം നാം പരിശോധിച്ചാൽ അതിനകത്ത് വിശുദ്ധ ഖുർആനുണ്ട്, അതിൻ്റെ അർത്ഥമുണ്ട്, അതിൻ്റെ വ്യാഖ്യാനങ്ങളുണ്ട്. പ്രവാചകൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങൾ അതുവഴി പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിക ചരിത്രം പ്രബോധനം പറയുന്നുണ്ട്. അനുഭവക്കുറിപ്പുകൾ പലപ്പോഴും വായനക്കാരിലേക്ക് അത് എത്തിക്കുന്നുണ്ട്. ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിലൂടെ ലോകത്തെ, രാജ്യത്തെ, സമൂഹത്തെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളെ നോക്കിക്കാണാൻ പ്രബോധനം ശ്രമിച്ചു പോന്നിട്ടുണ്ട്. പ്രിയ സുഹൃത്തുക്കളെ, പ്രബോധനം നമുക്ക് പകർന്നു നൽകുന്നത് അറിവാണ്, തിരിച്ചറിവാണ്, അനുഭവങ്ങളാണ്. മുന്നോട്ട് പ്രയാണം നടത്താൻ ആഗ്രഹിക്കുന്ന ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ദിശാബോധമാണ്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ഉണ്ടാവുക എന്ന് പറയുന്നത് അനിവാര്യമാണ്. ഇസ്ലാമോഫോബിയ കത്തി നിൽക്കുന്ന ഒരു കാലത്ത് ഇസ്ലാം പ്രതിനിധാനത്തിൻ്റെ സൗന്ദര്യം ഭംഗിയായി ആവിഷ്കരിക്കുന്ന പ്രബോധനത്തിൻ്റെ വരിക്കാരെ ചേർക്കുന്നൊരു കാലയളവ് കൂടിയാണ് ഇത്. ആ പ്രബോധനത്തിൻ്റെ വരി നമ്മൾ ഓരോരുത്തരും അതിൽ ചേരുന്നതോടൊപ്പം തന്നെ നമ്മുടെ സുഹൃത്തുക്കളെ, നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബാംഗങ്ങളെ നമ്മൾ പ്രബോധനത്തിൻ്റെ വരിക്കാരായി നമ്മൾ ചേർക്കുക. ഈ വരുന്ന 19-ാം തീയതി പ്രബോധനം ഡേ ആണ്. ആ ദിവസം നമ്മളെല്ലാവരും അത് ഉറപ്പുവരുത്തുക. പരമാവധി ആളുകളിലേക്ക് ഈ സന്ദേശം നമ്മൾ എത്തിക്കുക. ഏറെ പതിറ്റാണ്ടിൻ്റെ നിറവിൽ കേരളീയ സമൂഹത്തിനകത്ത് ഇസ്ലാമിക നവജാഗരണത്തിൻ്റെ ദിശ നിർണയിച്ച ഈ പ്രസിദ്ധീകരണത്തെ കൂടുതൽ മലയാളികൾക്ക് പരിചയപ്പെടുത്തുന്നിടത്ത് നാം ഓരോരുത്തരും ജാഗ്രത പാലിക്കുക. നാഥൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.